നിങ്ങൾ ഒരിക്കലും ഒരു ബൂർഷ്വാ നേതാവിൻ്റെ കൂടെ അങ്ങനെ ഒരു പിക്ചർ പോലും കാണില്ല. പലപ്പോഴും സ്റ്റാലിൻ തന്നെ സ്വയം ആ കാലത്ത് നമ്മൾ പറഞ്ഞാൽ സ്റ്റാലിൻ തന്നെ സ്വയം പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട് തന്നെ പ്രചരിപ്പിച്ച് ചിത്രങ്ങൾ വന്ന ഫാക്ടറികളിൽ പോയി തൊഴിലാളികളോട് നിൽക്കുക, കർഷകരുടെ കൂടെ നിൽക്കുക. ഇതൊക്കെ മാവോ ഒക്കെ വളരെ ബോധപൂർവ്വം ചെയ്ത കാര്യം തങ്ങളുടെ ഐക്യം ആരോടാണ് എന്നുള്ള കാര്യം. നമ്മളങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അങ്ങനെ ചിത്രങ്ങൾ കണ്ടില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഒരുപക്ഷെ അദ്ദേഹം പൗരപ്രമുഖരായിട്ട് അങ്ങനെ ഇപ്പോൾ സ്റ്റാലിൻ സ്ഥലം പൗരപ്രമുഖർ എന്നൊരു കാറ്റഗറി ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു മാവോയിസ്റ്റ് സ്ഥലം അങ്ങനെ കാറ്റഗറി, ലോകത്തൊരു കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ കാറ്റഗറി ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഐഡിയോളജിക്കലായിട്ട് താരതമ്യം ശരി. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എപ്പോഴും പാർട്ടി നേതൃത്വത്തിനും അധികാരം കേന്ദ്രീകരിക്കുന്ന സ്വഭാവമുണ്ട്. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി ശരിക്കും പാർട്ടി അധികാരത്തിലുള്ള ആളല്ല, മുഖ്യമന്ത്രി മാത്രമാണ്. പാർട്ടി സെക്രട്ടറിയൊക്കെയാണ് സാധാരണഗതിയിൽ അധികാരം കേന്ദ്രീകരിക്കുക. മിക്കവാറും പല സ്ഥലങ്ങളിലും ഷി ജിൻപിങ്ങിനൊക്കെ പോലെ എന്താ പറയുക, ചൈനീസ് പ്രീമിയറും പാർട്ടി ചെയർമാൻ ഒരാളായിരിക്കും. മാവോ അങ്ങനെയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പാർട്ടി സെക്രട്ടറി അധികാരം കേന്ദ്രീകരിക്കുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രിക്കൊരു തീർച്ചയായും നമുക്കറിയാം അദ്ദേഹം പക്ഷേ വളരെ എന്താ പറയുക, ഒരു സ്റ്റേച്ചറിൻ്റെ നേതാവ് ഉണ്ടായിരിക്കാം. കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവായിരിക്കും. പക്ഷേ MAV ഒഴിച്ചാൽ ഒരുപക്ഷെ കുടിയേറിയുന്നില്ലല്ലോ. മുഖ്യമന്ത്രിയൊപ്പം നിൽക്കുന്ന മറ്റു നേതാക്കളില്ലാത്തതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിലൊരു കേന്ദ്രീകരണം ഉണ്ട്. അദ്ദേഹത്തെ മറ്റു രീതിയിലെല്ലാവരും മറ്റവരൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിനെക്കാളും ഒരുപടി താഴെയാണെന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൂടി അതിൻ്റെ അകത്തുണ്ടായിരിക്കാം. പക്ഷേ അത് മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം, ഈ ഭരണ സംവിധാനത്തിൽ ഇങ്ങനെ ഒരു കേന്ദ്രീകരണം നടക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അതില്ലാത്തതിനാൽ കോൺഗ്രസിൻ്റെ ഒരു അയഞ്ഞ സ്വഭാവമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് പാർട്ടിയും ജനാധിപത്യത്തിൽ ഉൾപാർട്ടി ചർച്ചകളും സംവാദങ്ങൾക്കും വേദി വേണം. നമുക്ക് PM ശ്രീയെക്കുറിച്ച് തന്നെ അറിയാവുന്നൊരു കാര്യം, PM ശ്രീ എന്ന് ഒപ്പിടുന്ന സമയത്ത് നമുക്ക് തലേദിവസം വരെ കേന്ദ്ര അഖിലേന്ത്യാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും അതിനെക്കുറിച്ചുള്ള അറിഞ്ഞില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം.